ഇന്ന് പകല് 20-ാം സങ്കീർത്തനം 4-ാം വാക്യമാണ്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. ഈ ദിവസങ്ങളിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിലെ ആഗ്രഹമുണ്ട്. അത് പൊതുവിൽ പറയാൻ പറ്റുന്ന ആഗ്രഹമുണ്ട്, പൊതുവിൽ പറയാൻ പറ്റാത്ത ആഗ്രഹമുണ്ട്. സഭയ്ക്കകത്തെല്ലാം ഒന്നും പറയാനും ഒക്കത്തില്ല. പ്രാർത്ഥനാ വിഷയം തന്നെയാണെങ്കിലും എല്ലാം ഒന്നും കാരണം ഒരെണ്ണം ഈ വിശ്വസ്തരില്ല. എല്ലാവരും ഇരിക്കുന്നുണ്ട്, തുള്ളുന്നുണ്ട്, ബഹളമുണ്ട്, ആരാധനയുണ്ട്, എല്ലാം അതിനൊന്നും ഒരു കുഴപ്പമില്ല. പണ്ട് വടക്കേ കൊച്ചുവടക്കയിലെ കൊച്ചമ്മ പറഞ്ഞ പോലെ വിളമ്പിന് യാതൊരു കുറവുമില്ല. എന്നാലും അമ്മ വിളമ്പുന്നതല്ലയോ നല്ലത് എന്ന് പറഞ്ഞ പോലെ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഉപവാസത്തിനും കൺവെൻഷനൊന്നും ഒരു പഞ്ഞും ഇല്ല. പക്ഷേ എല്ലാവരും വിശ്വസ്തരല്ല. അപ്പം അതുകൊണ്ട് എല്ലാ കാര്യവും ഒന്നും നമുക്ക് പൊതുവിൽ പറയാനും പറ്റത്തില്ല. അപ്പോൾ ഇന്ന് ഹൃദയത്തിൽ ഒത്തിരിയും ആഗ്രഹത്തോടിരിക്കുന്ന പലരുണ്ട്. അതെന്തൊക്കെ ആഗ്രഹമാണെന്ന് ദൈവത്തിനറിയാം. അടുത്തിരിക്കുന്നവർക്കൊന്നും അറിയത്തുമില്ല, ഇനി അറിയിക്കുകയും വേണ്ട. പക്ഷെ അതെല്ലാം അറിയുന്നൊരു ദൈവമുണ്ട്. ചിലർക്ക് നല്ല ആഗ്രഹങ്ങളുമുണ്ട്, ചിലർക്ക് അത്ര നല്ലതല്ലാത്ത ആഗ്രഹവും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, ഞങ്ങൾക്കെല്ലാം നല്ല ആഗ്രഹമാണ്. അല്ലാത്തത് കൊണ്ട് ഒരു കാര്യം പറയാം. പ്രായമുള്ള മാതാപിതാക്കളുണ്ടെങ്കിൽ ചിലരുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് ദൈവമേ അങ്ങ് വിളിച്ചാൽ കൊള്ളാമെന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം കഷ്ടപ്പാട് ഓർത്ത് അത് നല്ല ആഗ്രഹമല്ല. നമുക്കത് നല്ല ആഗ്രഹമായിട്ട് തോന്നും. ആ കിടക്കുന്ന പുള്ളിക്കോ അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ അതത്ര നല്ല ആഗ്രഹം അല്ല. അപ്പം അങ്ങനെ ഒത്തിരി ഉണ്ട്. എന്തായാലും നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ നിറവേറ്റി തരുന്നൊരു ദൈവമുണ്ട്. ഒന്നുകൂടെ ആ വാക്യം ഒന്ന് ഉറക്കെ വായിച്ചോ. നിൻമുഖകാന്തിയൻ മ്ലാനത നീക്കും, നിൻമുഖകാന്തിയൻ മ്ലാനത നീക്കും, നിൻ മധുരാമൃത വചനം കിന്നതയാകവേ, നിൻ മധുരാമൃത വചനം കിന്നതയാകവേ പോക്കും. കാർമുകിൽ ഭീകരം ആയി വരും നേരം, കാർമുകിൽ ഭീകരം ആയി വരും നേരം, കാൺമതോ നിയമത്തിൻ വില്ല നായതിൽ തീരുമൻ, കാൺമതോ നിയമത്തിൻ വില്ല നായതിൽ തീരുമൻ ഭാരം. മഹിമയെഴും പരമേശ പാകിമാം യേശു മഹേശ, മഹിമയെഴും കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. വളരെ ദീർഘദൂരം യാത്ര ചെയ്ത ഇന്ന് രാവിലെ ഇവിടെ വന്നിരിക്കുന്നത് ഹൈറേഞ്ചിലായിരുന്നു. ദൈവത്തിൻ്റെ മഹത്വം. അതിൻ്റെ യാത്രയുടെ അല്പ ക്ഷീണമുണ്ട്. എങ്കിലും ഇവിടെ പ്രാർത്ഥിച്ച് ബലപ്പെടുന്നവരുടെ നടുവിൽ വരുമ്പോൾ അതെല്ലാം മറന്ന് ദൈവവചനം ശുശ്രൂഷിപ്പാൻ ഈ പകൽ ദൈവം വീണ്ടും കൃപ നൽകട്ടെ. 20-ാം സങ്കീർത്തനം 4-ാം വാക്യമാണ്. ഇന്ന് വളരെ ശാന്തമായിട്ട് ലളിതമായിട്ടായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ഈ സത്യവേദ പുസ്തകത്തില് നമുക്കറിയാം 66 പുസ്തകമാണ് അല്ലേ മോനെ? അപ്പോൾ ആദ്യത്തെ പുസ്തകം നമുക്കറിയാം. ഏതാ മേ ആദ്യത്തെ പുസ്തകം? ഉൽപ്പത്തിയാ. ഒടുവിലത്തെ ഏതാ മോനെ? കണ്ണാടി. ഒടുവിലത്തെ ലാസ്റ്റ് ബുക്ക് റെവലേഷൻ. അവനെ നെക്സ്റ്റ് ബുക്കാണ് പറഞ്ഞത്, എക്സോഡക്സ്. അപ്പോൾ ആദ്യത്തെ പുസ്തകം
ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, ഇതിപ്പം സൺഡേ സ്കൂളിന് ക്ലാസ് എടുക്കാൻ വന്നതാണോ? നിങ്ങളിപ്പോൾ ചിന്തിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 66 പുസ്തകത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു പുസ്തകമാണ് സങ്കീർത്തനം. എല്ലാ പുസ്തകവും പ്രാധാന്യമാണ്. സങ്കീർത്തനം നമുക്കറിയാം. സങ്കീർത്തനം മൊത്തം എത്ര പുസ്തകമുണ്ട്? സങ്കീർത്തനം 150. പിള്ളേരെല്ലാം നല്ല മിടുക്കരാണ്. 150 സങ്കീർത്തനം. ഈ 150 സങ്കീർത്തനങ്ങളെ നമുക്കറിയാം 5 പുസ്തകമായിട്ടാണ് അതിൽ തന്നെ തിരിച്ചിരിക്കുന്നത്. 1-ാം പുസ്തകം, 2-ാം പുസ്തകം, 3-ാം പുസ്തകം, 4-ാം പുസ്തകം, 5-ാം പുസ്തകം. അതിലെ 1-ാമത്തെ പുസ്തകം എവിടം മുതൽ എവിടം വരെയാണെന്ന് നമുക്ക് പലർക്കും അറിയാം. പറഞ്ഞാട്ടെ, ഉറക്കെ പറയണം. പറയുന്ന ആള് ഉറക്കെ പറയാവുള്ളൂ. ഒക്കുന്നെങ്കിൽ എഴുന്നേറ്റ് അങ്ങ് പറഞ്ഞോ, അതാ നല്ലത്. ഇരുന്നുകൊണ്ട് പറയുന്നല്ലോ നല്ലത്. നോക്കാതെ പറയണം. എല്ലാവരും പുസ്തകം അടയ്ക്ക്. നോക്കി ആർക്കാ പറയാൻ മേലാത്? രണ്ടുപേരോട് ഇരുന്ന് പറയുകയെന്നോ? മിടുക്കൻ ഇരിക്കടാ. ഓനെന്തോ നല്ല മിടുക്കനാ. മോൻ്റെ പേരെന്തുവാ? സ്റ്റീഫൻ. എൻ്റെ പേര് പോലെ തന്നെ നല്ല പേര്. 2-ാം പുസ്തകം എവിടെ മുതൽ? നോക്കാതെ പറ. എല്ലാം എടുത്ത് നോക്കുന്നു. നോക്കാതെ അങ്ങ് പറ. ഇനി ഞാൻ ഇനി ഒന്നും വേണ്ട. എനിക്ക് ആളിൻ്റെ എങ്ങനുണ്ട്, പൾസുണ്ടെന്നറിയാൻ നോക്കിയെന്നേ ഉള്ളു. അതിനനുസരിച്ചാണ് ഇനിയും പ്രസംഗം നടക്കുന്നത്. കാരണം ഇത് എത്രത്തോളം ഉണ്ടെന്നൊന്ന് അറിഞ്ഞേച്ചേ. ഞങ്ങളുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, മരമറിഞ്ഞേ കൊടി ഇടാവുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ കൈയടിയും പ്രാർത്ഥനയും ബഹളവും ഒക്കെ നല്ലതാണ്. അപ്പം ഇതിനെപ്പറ്റി വല്ല വിവരം ഉണ്ടോ എന്ന് അറിയാനൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അതിന് കാരണം അതനുസരിച്ച് വേണം. അപ്പം നമുക്കങ്ങനെ ചിന്തിക്കാം. പട്ടണത്തിൻ്റെ ഇരിപ്പൊക്കെ വലിയ മനോഹരമാണ്. ബാക്കി ഞാൻ പറയത്തില്ല, നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. അപ്പോൾ 5 പുസ്തകമായിട്ടാണിത് തിരിച്ചിരിക്കുന്നത്. ഈ 42-ാം സങ്കീർത്തനത്തിൻ്റെ ഏറ്റവും മേള് വായിച്ച് വലിയ അക്ഷരത്തിൽ എഴുതിയേക്കുന്നത് അതാണോ? വലിയ അക്ഷരത്തിൽ എഴുതിയേക്കുന്നത് അതാ വലിയ അക്ഷരത്തിൽ എഴുതിയേക്കുന്നത്. വലുത് ഏതാ, ചെറുത് ഏതാ? അപ്പോൾ 2-ാം പുസ്തകം. ഇനി 73-ന്റെ ഏറ്റവും മേള് മുമ്പേ വായിച്ച പോലെ 3-ാം പുസ്തകം. ഇനി 90-ന്റെ മുകള് 4 എഴുതിയേക്കുന്നത്. അങ്ങനെ പറ. 4 ഒക്കുന്നിടത്ത് ടോപ്പിക്കരുത് കേട്ടോ. 4-ാം പുസ്തകം. ഇനി 107-ന്റെ മുകള് 5-ാം പുസ്തകം. അപ്പോൾ 1-ാം പുസ്തകം 1 മുതൽ 41 വരെയും 2-ാം പുസ്തകം 42 മുതൽ 73. മോനെ ഇത് കാണിക്കണ്ട, ചുമ്മാ അല്ലല്ലോ എല്ലാം ഇങ്ങനെ നോക്കിയിരുന്നത്. ഇത് കാണിക്കണ്ട, എല്ലാവരും വേറെ പുസ്തകം എടുത്താൽ മതി. അപ്പോൾ 2-ാം പുസ്തകം 42 മുതൽ 72 വരെയും 3-ാം പുസ്തകം 73 മുതൽ 89 വരെയും 4-ാം പുസ്തകം 90 മുതൽ 106 വരെയും 5-ാം പുസ്തകം 107 മുതൽ 150 വരെ. നമ്മൾ ഇന്ന് അങ്ങനെയും 2 കാര്യം പഠിക്കട്ടെ. അപ്പൊ ഈ വേദപുസ്തകത്തിലെ സങ്കീർത്തന പുസ്തകങ്ങൾ 150 അധ്യായമുള്ള ഈ സങ്കീർത്തനങ്ങൾ 5 പുസ്തകമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇത് മോശയുടെ പഞ്ചഗ്രന്ഥവുമായിട്ട് വളരെ താരതമ്യ പഠനം നടത്തിയാൽ വളരെ നല്ലതാണ്. അങ്ങോട്ട് ഇപ്പൊ പോകുന്നില്ല. അപ്പോൾ തന്നെ ഈ സങ്കീർത്തനത്തിൽ സിംഹഭാഗ സങ്കീർത്തനങ്ങളും ഇസ്രായേലിന്റെ മധുരഗായകനായ ദാവീദിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനമാണ്.
വേദപഠിതാക്കൾ ചില വാക്യത്തിൻ്റെയൊക്കെ വെളിച്ചത്തിൽ അഭിപ്രായപ്പെടുന്നതും ഏകദേശം ശരിയാ. 100 സങ്കീർത്തനത്തിൽ ഏതാണ്ട് 150 സങ്കീർത്തനത്തിൽ 100 സങ്കീർത്തനവും ദാവീദ് എഴുതിയതാണ്. എന്ന് പറഞ്ഞാൽ പേര് വെക്കാത്ത ചില സങ്കീർത്തനമുണ്ട്, അത് മിക്കതും ദാവീദ് എഴുതിയതാ. അതിനൊരു തെളിവ്, 2-ാം സങ്കീർത്തനത്തിൻ്റെ മുകളിൽ ആരാ എഴുതിയതെന്നുണ്ടോ? ഇല്ല, പേരെഴുതിയിട്ടില്ല. 1-ന്റെ മുകളിലും ഇല്ല, 2-ന്റെ മുകളിലും ഇല്ല. പക്ഷെ 3-ന്റെ മുകളിൽ കിടപ്പുണ്ട്. ദാവീദ് തൻ്റെ മകനാകുന്ന അബ്ശാലോമിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ സങ്കീർത്തനം. എന്നാൽ 2-ാം സങ്കീർത്തനത്തിൻ്റെ മുകളിലില്ല ആരാണ് എഴുതിയതെന്ന്. എന്നാൽ ആദിമസഭയ്ക്ക് പീഡ വന്നപ്പോൾ ദൈവമക്കൾ 2-ാം സങ്കീർത്തനം ഉരുവിട്ട് പ്രാർത്ഥിച്ചു. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വർത്തമായതും നിരൂപിക്കുന്നതും എന്ത് ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായി അവൻ്റെ അഭിഷേകത്തിന് വിരോധമായി ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം അരുളി ചെയ്തെന്ന അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 23-24 വായിച്ചേ. പെട്ടെന്ന് വായിര്. വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത് ആകാശവും ഭൂമിയും സമുദ്രവും. അപ്പോൾ ആദിമസഭയിൽ പ്രശ്നം വന്നു. പ്രശ്നം രൂക്ഷമായപ്പോൾ സഭയായിട്ട് പ്രാർത്ഥിക്കുക. ഇവർ പ്രാർത്ഥിക്കുമ്പോൾ 2-ാം സങ്കീർത്തനം ഉരുവിട്ടാണ് അത് കാണിക്കരുതെന്ന് പറഞ്ഞപ്പോൾ നീ പിന്നെയും കാണിക്കുകയെന്ന്. മൊബൈലാണോ? അത് പറഞ്ഞാന്ന് അനുസരിക്കുകയല്ല മോനെ. ഇതിനകത്ത് കയറുമ്പോൾ ഓഫ് ചെയ്യേണ്ട, സൈലൻ്റ് ആക്കി വരണം. ഇതിനകത്തോട്ട് വരുമ്പോൾ ഇത് എഴുതി ചിലപ്പോൾ സഭകളിൽ എഴുതിക്കുക സ്വിച്ച് ഓഫ് ചെയ്യുക. എന്തിനാ എഴുതി വെച്ചേക്കുന്നത്? ബോധമുള്ളവനല്ലേ ഇതിനകത്തോട്ട് വരുന്നത്? ഇതിനകത്ത് വരുന്നവനെല്ലാം ബോധമുള്ളവനാണ്. നേരത്തെ ബോധമില്ലായിരുന്നു, ഇതിനകത്ത് വന്നപ്പം ബോധം വന്നു, അങ്ങനല്ലേ? പിന്നെ എന്തിനാ എഴുതി വെക്കുന്നത്? സ്വിച്ച് ഓഫ് ചെയ്യണം. ഇതൊന്നും പറയേണ്ട കാര്യമല്ല. ഇതൊന്നും പറയുകയും പറയിപ്പിക്കുകയും ചെയ്യരുത്. അതെ, നിങ്ങൾ പറയുക ഇയാൾ മനഃപൂർവ്വം അലോഗ്യം ഉണ്ടാക്കാൻ വന്നതാണോന്നാ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്ന ചിലര്. അലോഗ്യമൊന്നുമില്ല. ഞങ്ങളുടെ അവിടെ ഇങ്ങനെയൊക്കെ തന്നെ, എല്ലായിടത്തും ഇങ്ങനെ. അല്ല, നിങ്ങളെ കണ്ടപ്പോൾ ഇളകിയതല്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സഭയ്ക്ക് പ്രശ്നമുണ്ടായപ്പോൾ ഇവർ 2-ാം സങ്കീർത്തനം ഉരുവിട്ട് പ്രാർത്ഥിച്ചു. ആ സന്ദർഭമൊക്കെ നിങ്ങൾക്കറിയാം, വിസ്തരിക്കണ്ടല്ലോ. ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ 2-ാം സങ്കീർത്തനം ഉരുവിട്ടാണ് പ്രാർത്ഥിച്ചത്. അതിനകത്തൊരു പാഠം, ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ സന്ദർഭോചിതമായിട്ട് വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കണം. വചനത്തിന് ശക്തിയാണ്. ഒരു വിഷയം പറയുമ്പോൾ ആ വിഷയത്തിന് അടിസ്ഥാനമായ വാക്യം കാണും. ആ വാക്യം കൂടെ ചേർത്തൊന്ന് പ്രാർത്ഥിച്ച് അതിന് പ്രത്യേക വിടുതലാണ്. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണമെങ്കിൽ വചനം പഠിക്കണം. നമുക്ക് ആ കൂടെ 3-4 വാക്യം കയ്യിലിരിപ്പുണ്ട്. അത് എല്ലാ പ്രാർത്ഥനയിലും എന്മനമേ യഹോവയെ മുതല വാ വിളിക്കുമ്പോൾ എൻ്റെ സർവാന്തര് ഇങ്ങനെ. ആ വാക്യം തെറ്റാന്നല്ല, നല്ല വാക്യമാണ്. ഞാൻ എൻ്റെ കണ്ണ പർവ്വതങ്ങളിലേക്ക്. ഇതൊക്കെ നല്ല വാക്യങ്ങളാണ്. നമുക്ക് ഇങ്ങനെ കുറച്ച് വാക്യം ഉണ്ടെന്ന് അറിയാം. അതെല്ലാ വിഷയത്തിലും നമ്മൾ കൊണ്ട് കയറ്റുകയും ചെയ്യും. ആട്ടെ, നമുക്കൊരച്ഛനുണ്ട്, പുള്ളിയെ അഖിലാണ്ടൻ തങ്കച്ചൻ എന്നാണ് വിളിക്കുന്നത്. എപ്പോൾ പ്രാർത്ഥിക്കാതെ അഖിലോണ്ടം കണ്ട ഉടയവനായ. അപ്പം അതിന് പിള്ളേരിട്ടത് അഖിലാണ്ടൻ തങ്കച്ചൻ. രീതി വെച്ച ആട്ടെ. അപ്പോൾ വാക്യങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. കർത്താവിനെ പറ്റി ഇരിക്കുന്ന അവിടെ നീ വചനം ചൊല്ലി പ്രാർത്ഥിച്ചെന്ന. വചനം ചൊല്ലി, വചനത്തിന് ശക്തിയാണ്. ഈ പറയുന്നവർക്ക് അല്പം ബലഹീനത ഉണ്ടെങ്കിലും കേൾക്കുന്ന വചനം നല്ല ശക്തിയുള്ളത്. ഇത് സന്ധിമച്ചക്കളെ വേർപിടിപ്പിക്ക് വരെ തുളച്ചു ചെല്ലുന്നത് ആ ദൈവത്തിൻ്റെ വചനം. ഇപ്പൊ ഇഞ്ചക്ഷൻ എടുക്കുന്ന നേഴ്സ് വലിയ ആരോഗ്യമൊന്നും ഇല്ലെങ്കിലും കയറുന്ന മരുന്ന് തളർന്നു കിടക്കുന്നതിന് ഉടനെ കണ്ണുമൊക്കെ തെളിച്ചു. നേഴ്സ് ചിലപ്പം പാവത്താനായിരിക്കും, വീട്ടിൽ പ്രശ്നമൊക്കെ ആയി
ഒരു 45 കിലോ കാണുള്ളൂ. നമ്മൾ ഇതാണോ ഇഞ്ചക്ഷൻ എടുക്കാൻ വരുന്നത്, ഈ നേഴ്സാണ്. അപ്പോൾ അവളോട് ചോദിക്കും എന്തുകൊണ്ട്. പക്ഷെ അവൾ പറയാൻ കൈയിടാന്ന് അവിടെ വന്ന് തൂത്ത് വെച്ചു, കഞ്ഞി കിട്ടും തൂത്ത് വെച്ചു. പുള്ളി അനങ്ങാൻ മേലെ കിടക്ക്, കൂടെ നിൽക്കുന്നവരും കൂടെ പൊങ്ങുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇവൾ അത് ബാരൽ കണക്കിനല്ലല്ലോ അങ്ങോട്ട് കുത്തി വെക്കുന്നത്. അത് ഇച്ചിരി ഉള്ളു, എടുത്ത് നോക്കി കുത്തി വെച്ച് പോയി കഴിയുമ്പം പയ്യ പുള്ളി കണ്ണുമൊക്കെ തെളിച്ച് പുള്ളി ഉടനെ ഒരു ചെറിയ ചൂട് കഞ്ഞി തരാൻ പറയും. നമ്മളോർക്കുന്ന ഈ വർഷം പുള്ളി കഞ്ഞി കുടിക്കുകയെന്നുള്ള രീതിയിലാണ് കിടന്നത്. പക്ഷേ ഈ മരുന്നകത്തോട്ട് കയറുമ്പം നല്ല മരുന്നാ തിരുവചനം. ഇതങ്ങോട്ട് കയറി കഴിയുമ്പോൾ നിന്റെ സകല ക്ഷീണവും മാറും. കണ്ണ് തെളിക്കാത്തവൻ കണ്ണ് തെളിക്കും, കൈ അനക്കാത്തവൻ കൈ അനക്കും, അനങ്ങാത്തവൻ അനങ്ങും. അനങ്ങിക്കാട്ടെ എന്നൊന്നും പറയണ്ട. പറ ഇപ്പോഴത്തെ യോഗത്തിന് എല്ലാം ഉയർത്തി പറഞ്ഞാട്ട് ഒരിക്കൽ കൂടി ഇവൻ നിന്ന് വില്ലുക. നല്ല മരുന്ന് അങ്ങോട്ട് കയറ്റുമ്പോൾ ഇവൻ തന്നെ കൈ പൊക്കും. അല്ല, നിങ്ങൾ ശ്രദ്ധിച്ച് അതോ കുത്തി വെച്ച് നേഴ്സ് പറയാ കൈ പൊക്കിക്കാട്ടെ, നാക്കൊന്ന് നീട്ടിയാട്ട്, ഇതൊന്നും പറയേണ്ട കാര്യം. എന്തെങ്കിലും പറ, കുത്തി വെച്ചാൽ അത് പറയൂ. അവിടെ ഡ്യൂട്ടി കഴിഞ്ഞ് അവളങ്ങ് പോകും. ഇച്ചിരി കഴിയുമ്പോൾ പുള്ളിയുടെ മട്ട് മാറും. കാരണം അകത്തോട്ട് കയറിയത് മരുന്നാ. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഞാനെപ്പോഴും പറയും, ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് സൂചിപ്പിക്കുക. നല്ലൊരു കല്ലേലി, അപ്പം ചീത്ത കല്ലേലി അങ്ങാണ്ട് ഇവിടെ അങ്ങാണ്ട് കിടക്കുന്നുണ്ടോ? വിടലെ സകല കല്ലേലിയായി നല്ലതാ. നല്ല കല്ലേലിയായും ചീത്ത കല്ലേലിയായും അങ്ങനെ രണ്ട് കല്ലേലിയായില്ല. ഹല്ലേലൂയ, സ്തോത്രം, ഇതെല്ലാം നല്ലതാ. അപ്പൊ ഇത് നിർബന്ധിച്ചൊന്നും പറയിപ്പിക്കേണ്ടതില്ല. ഇത് അകത്ത് പോയിട്ട് കയറുമ്പോൾ അവൻ ഈ നമ്മള് പുസ്തകത്തിൽ വായിക്കുന്നത് മിണ്ടാതിരിക്കാൻ പലരും അവനോട് പറഞ്ഞു. അവൻ അധികം നിലവിളിച്ചു. ഇത് അവൻ അധികം, കാരണം അവനാ വിടുതൽ കിട്ടിയവൻ. വിടുതൽ കിട്ടിയവനെ ഇളക്കമൊന്നും വേണ്ട, അവൻ ഇളകിക്കോളും. ഇനി വിടുതൽ കിട്ടിയവനോട് മിണ്ടരുതെന്ന് പറഞ്ഞാലും പറയാം താൻ തന്റെ പണി നോക്കി ഞാൻ ദൈവത്തെ സ്തുതിക്കുമെന്ന് പറയും. അങ്ങനെ ആണല്ലോ വിടുതൽ കിട്ടിയവനെ യേശുവിന്റെ നാമത്തിൽ എഴുന്നേക്കാൻ പറഞ്ഞു. അവന് നരിയാണിയെല്ലാം ഉറച്ചു. ഇതെല്ലാം പരിവക്കേട് കിടക്കുകയായിരുന്നു. 40 കൊല്ലം ജന്മന. യേശുവിന്റെ നാമം പറഞ്ഞപ്പോ ഉറച്ചു. ഉടനെ അവൻ തുള്ളിച്ചാടി വീട്ടിൽ പോയെന്നല്ല, പിന്നെ പള്ളി വന്നെന്നുള്ളതാണ്. ഇന്ന് പലരും തുള്ളിച്ചാടി അങ്ങ് പഴയ സ്ഥലത്തോട്ട് പോവുക. ഇവൻ തുള്ളിച്ചാടി പള്ളിക്കകത്ത് കയറി. എല്ലാവരും കണ്ടു ഇവന്റെ ചാട്ടവും തുള്ളലും. സകല ആൾക്കാരും കണ്ടു. വിടുതൽ പ്രാപിച്ചവനൊക്കെ അങ്ങനെ. അവന് പിന്നെ കുടുംബക്കാര് വിഷയമല്ല, പാരമ്പര്യം വിഷയമല്ല, പൗരോഹിത്യം വിഷയമല്ല, ആചാരം വിഷയമല്ല, വല്ലവരും എന്നെ കാണുന്നുണ്ടോ അതൊന്നും അവന് വിഷയമല്ല. അവൻ ആ വിടുതൽ പ്രാപിച്ചവൻ. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖം ഒന്നുമില്ല, നിന്നെ ജനങ്ങൾക്ക് പിന്നെ ദുഃഖം ഒന്നുമില്ല. പരപരമേശ വരമരുൾ നീ അത്രേ എന്റെ രക്ഷാസ്ഥാനം. പരപരമേശ വരമരുളീശ. കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. കാർമേഘത്തിൽ ഓ പരപരമേശ വരമരുളീശ നീ അത്രേ എന്റെ രക്ഷാസ്ഥാനം. ആമേൻ. പരപരമേശ ഓറി. അപ്പൊ ശ്രദ്ധിക്കുക, വിടുതൽ പ്രാപിച്ചവനെ ഇളക്കണ്ട, അവൻ ഇളകിക്കോളും. ദൈവത്തിന് മഹത്വം. അപ്പൊ ആദിമസഭ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ തിരുവെടുത്ത് ഉരുവിട്ട് പ്രാർത്ഥിച്ചു. നല്ലൊരു മാതൃകയാണ് തിരുവെടുത്ത് ചൊല്ലി പ്രാർത്ഥിക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ 2-ാം സങ്കീർത്തനം ഉരുവിട്ടാ പ്രാർത്ഥിച്ചത്. ഇനി അതിന്റെ 4:23 മുതൽ വായിച്ചേ. വിട്ടയച്ച ശേഷം അങ്ങനെ ചേർത്ത് വായിര്. വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന്
എന്നോട് വായിച്ചേ. മൂപ്പനാരും. അതേത് ബൈബിളാ? ബൈബിൾ സൊസൈറ്റിയുടെ ആണോ അതോ ഉണ്ണിക്കുളം പാപ്പച്ചൻ്റെ ആണോ? ഉള്ളതാട്ടെ, ഏതായാലും വായിച്ചു തരുന്നല്ലോ. മൂപ്പന്മാരും. കൊല്ലത്തെ ഭാഷയ്ക്ക് വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലേ? മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞത് എല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും ഉണ്ടാക്കിയ നാഥനെ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ. അത് 2-ാം സങ്കീർത്തനം 1-ാം വാക്യമാ ഇപ്പം വായിച്ചത്. ജാതികൾ കലഹിക്കുന്നതും നിരൂപിക്കുന്നതും എന്താ? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായി അവന്റെ അഭിഷിക്തന് വിരോധമായി ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിൽ. അപ്പം 2-ാം സങ്കീർത്തനം ഉരുവിട്ട് പ്രാർത്ഥിച്ചേച്ച് പ്രാർത്ഥന നിർത്തും പറയുക എന്ന് നിന്റെ ദാസനായ. അപ്പൊ ഈ സങ്കീർത്തനം എഴുതിയത് ദാവീദ. എന്നാൽ സങ്കീർത്തനത്തിന്റെ ഹെഡിങ്ങിൽ കൊടുത്തിട്ടില്ല ആരാണ് എഴുതി. അങ്ങനെ പഠിക്കുമ്പോൾ 180 സങ്കീർത്തനത്തിൽ ഏതാണ്ട് 100 സങ്കീർത്തനങ്ങൾ ദാവീദ് എഴുതിയത്. ഇപ്പൊ ഈ നമ്മുടെ ഇടയില് ദുരൂപദേശക്കാര് ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴല്ല, നേരത്തെ ഉണ്ട്. എല്ലാം പറയാൻ നേരമില്ല. വായിച്ചതിനോട് ബന്ധപ്പെട്ട് പറയുന്നതാണല്ലോ നല്ലത്. എല്ലാം ഇപ്പം നമുക്ക് പറയാൻ നേരമില്ല. അതല്ല, അതിനുള്ള വേദിയല്ലല്ലോ ഇത്. പിന്നെ വരുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ട് കണ്ടിച്ച് പോകുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇത് വരുന്ന വഴിക്ക് നിൽക്കുന്നത് കൊണ്ട് അതിനൊരു കാര്യം പറഞ്ഞങ്ങ് പോവുക. അപ്പൊ ദുരുപദേശത്തിൽ ഇപ്പൊ പുതിയൊരു ഉപദേശം, സങ്കീർത്തനം ഒന്നും വായിക്കരുത്, സങ്കീർത്തനത്തിൽ നിന്ന് പറയേ ചെയ്യരുത്. ഒരുത്തൻ ചോദിച്ചു പോലും ആരാ ഇതെല്ലാം കൂടെ ഒന്നിച്ച് കുത്തിക്കെട്ടിയെന്ന്. പഴയ നിയമവും പുതിയ നിയമവും കൂടെ ഒന്നിച്ച് കുത്തിക്കെട്ടി. വേറൊരുത്തൻ പറഞ്ഞതെല്ലാം കൂടെ കീറിക്കളഞ്ഞാക്കാൻ പറഞ്ഞു. നമുക്ക് പുതിയത് മതി, പഴയത്. നമ്മുടെ ഒരു ദൈവദാസൻ ഒരു സഭയില് ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ അവിടുത്തെ കാശുള്ള രക്ഷയും ചർച്ച കൂടില്ല. ജെറാൽ പാസ്റ്റർക്ക് അറിയാം, യോഗം കഴിഞ്ഞ് ഞാൻ പറയാം, ലൈവ് ഉള്ളത് കൊണ്ട് പറയുന്നത് ശരിയല്ലല്ലോ. അതാണ് അങ്ങനെ വ്യക്തിഗത്യ പാടില്ല, നമുക്ക് വിഷയം അറിഞ്ഞാൽ മതി. അല്ലിച്ചിരി പിടിപോക്കെ ഉള്ളവനാ. അപ്പം നമ്മുടെ ഒരു ദൈവദാസൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, പുള്ളി സ്റ്റേജയിൽ ഇരിക്കുക, കാശുള്ളത് കൊണ്ട് സ്റ്റേജയിലാ ഇരുത്തേൻ്റെ. കാശില്ലാത്തവന് പുള്ളിയെക്കാലം കൃപയുള്ളവൻ പുറകിലേ ഇരിക്കുകയുള്ളൂ. പുള്ളിക്ക് ഇച്ചിരി കാശും പിടിപ്പും ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെയൊക്കെ ഇതിനകത്ത് കൊണ്ടെന്ന് ഒത്തിരി. അപ്പം മറ്റേ പുള്ളി ചെന്നപ്പോൾ ചോദിച്ചു, ഇന്ന് എന്തുവാ പ്രസംഗിക്കുന്നത്? അപ്പം ചെന്ന ദൈവദാസൻ പറഞ്ഞു, ഇന്ന് സങ്കീർത്തനത്തിൽ നിന്ന, ഇവിടെ അത് പറയണ്ട. അതിന് സങ്കീർത്തനത്തിലല്ല, ഈ ദാവീദിൻ്റെ കാര്യമാ കൂടുതലും. അതിനെന്നാ? അയാൾ ഒത്തിരി പാപം ചെയ്തവനാ, ആര്? ദാവീദ്. അതുകൊണ്ട് അയാളുടെ കാര്യമൊന്നും ഇവിടെ പറയണ്ട. അപ്പം ചെന്ന പുള്ളി ഇല്ലേ, കടുവായെ പിടിച്ച കിടുവായ. അപ്പം പുള്ളി ചോദിച്ചു, പിന്നെ എന്തുവാ ഇവിടെ പറയണ്ടേ? ഉടനെ സ്ഥലത്തെ പുള്ളി, ഇവിടെ സുവിശേഷം പറഞ്ഞാൽ മതി, സുവിശേഷം. അപ്പോൾ ചെന്ന പുള്ളി, ആട്ടെ, സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? ഉറക്കെ പറ. വായിച്ച തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനം 2:8 പെട്ടെന്ന് വായിച്ചു. തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനം 2:8 പെട്ടെന്ന്, അറിവുള്ള വാക്യം. എങ്ങനെ ദൈവദാസൻ എന്നോട് വായിച്ചേ? ആ ആ ആ ആ ആ അപ്പം പുള്ളി പറഞ്ഞു, ഇവിടെ ദാവീദിൻ്റെ കാര്യമൊന്നും പറയണ്ട. അപ്പോൾ പുള്ളി ചോദിച്ചു, എന്തോ പറയണം? സുവിശേഷം. അപ്പോൾ പുള്ളി ചോദിച്ചു, സുവിശേഷം എന്നാൽ എന്ത്? അതിന് തുടക്കമാ ദാവീദിൻ്റെ. അപ്പോൾ ദാവീദിൻ്റെ കാര്യം പറയണമല്ലോ. വെട്ടിനകത്തായി. ഈ വേദപുസ്തകം മുഴുവൻ നിങ്ങൾ പഠിച്ചാൽ ഏതാണ്ട് 1040
പ്രാവശ്യം ദാവീദിന്റെ പേര് പറയുന്നുണ്ട്. 1040. ചിലരുടെ കൂടാനേ സാധ്യതയുള്ളൂ. ഞാനതെല്ലാം ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ദാവീദ് മോശക്കാരനാണെങ്കിൽ ഈ 1040 പുതിയ നിയമത്തിൽ ഏതാണ്ട് 127 പ്രാവശ്യം അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്നേരം ഈ ബെടലുകൾ പറയുക ദാവീദിന്റെ കാര്യം മിണ്ടരുത്. അല്ല, ഞാനൊരു കാര്യം കൂടെ പറയാം. നിങ്ങളൊക്കെ നല്ല തിട്ടമുള്ളവരാ. ആ ഇരിപ്പ് കാരണം ബൈബിള് പോലും കൊണ്ടുവന്നിട്ടില്ല. അത്രയ്ക്ക് നല്ല വചനപരിജ്ഞാനമാണ്. എന്തിനാ ബൈബിൾ കൊണ്ടുവന്നവരോട്ട് തുറക്കുന്നുമില്ല. അതിലും തിട്ടമുള്ളവരാ. അപ്പോൾ എനിക്ക് നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ദാവീദിന്റെ കാര്യം മിണ്ടരുതെന്ന ഞാനൊരു ചിന്ത പറയാം. നിങ്ങൾ പുസ്തകത്തിലുള്ളത് മതി. ലോകരക്ഷകനാകുന്ന നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനാണ് മരിച്ചത്. അവിടുന്ന് ക്രൂശിൽ മരിച്ചു. 2, ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ വെച്ച് മരിക്കാൻ നേരത്തതും ദാവീദിന്റെ സങ്കീർത്തനം പറഞ്ഞാ മരിച്ചത്. ഏലോകി ഏലോകി ലമ്മ 22-ാം സങ്കീർത്തനമാ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ. അവിടുന്ന് മരിക്കാൻ നേരത്തും ദാവീദിന്റെ എഴുതിയ സങ്കീർത്തനം പറഞ്ഞാ മരിക്കുന്നത്. ദാവീദ് കൊള്ളുകയില്ലെങ്കിൽ ഇത് മിണ്ടു. അപ്പൊ ഈ ഇങ്ങനെയുള്ള വിവരദോഷികൾക്കെല്ലാം വിവരം ഉണ്ടാകാൻ നമുക്ക് ഈ ഉപവാസ പ്രാർത്ഥനയിലും ഏലോകി ഏലോകി ലമ്മാ ശബക്താനി കാണുന്നു ഞാൻ കാൽവറി മാമല ക്രൂശിൻ തൻ മുൻപിലായി കാണുന്നു ഞാൻ കാൽവറി. നമ്മുടെ ആളോ? അതാ അതിൻ്റെ അറിയാനുണ്ട്. മുല്ലപ്പൂവും പൊടി. പിന്നെ യോന ചെയ്ത തെറ്റിന് കാറ്റുപടകില ഞണീച്ചത്. യോന ചെയ്ത തെറ്റിന് കാറ്റുപടകില ഞണീച്ചത്. ഭീകരമാം ശോധനയതോ വൻ പടകിലല്ലയോ തീർന്നത്. ഭീകരമാം ശോധനയതോ വൻ പടകിലല്ലയോ. കാണുന്നു ഞാൻ കാൽവറി മാമല ക്രൂശിൻ തൻ. അതെ, അപ്പൊ നമ്മുടെ രക്ഷകൻ, നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവ്, ലോകരക്ഷകൻ, സർവജ്ഞനായ ദൈവം, യേശു ദൈവമാ. തീത്തോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നത് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. ആ കർത്താവ് ഈ ഭൂമിയിൽ വന്ന് തിരുമരണം കൈവരിച്ചപ്പോൾ ദാവീദ് എഴുതിയ സങ്കീർത്തനം പാടിയാ മരിച്ചത്. ചെറിയ കാര്യമാണോ? നമ്മളൊക്കെ ആണെങ്കിൽ മരിക്കുന്ന സമയത്ത് പറയുന്ന കാര്യത്തിനാ കൂടുതൽ. ഇല്ലേ? അങ്ങനല്ലേ സാധാരണ നമ്മളേക്കല്ലേ? പുള്ളി മരിച്ചു, എന്നാ പറഞ്ഞു മരിക്കാൻ നേരത്ത് പറഞ്ഞ് പെന്തിക്കോസിലേ അടക്കാവുള്ളെന്ന്. എന്നാൽ പിന്നെ അത് തന്നെ മതി. മരിക്കാൻ നേരത്ത് പുള്ളി പറഞ്ഞു ഇന്നത് ഇന്നയാൾക്ക് കൊടുത്തേക്കണമെന്ന്. അതുകൊണ്ട് അങ്ങനെയൊക്കെ മരണസമയത്ത് പറയുന്നതിന് വലിയ പ്രാധാന്യമാണ്. അവൻ മരണസമയത്തും ദാവീദ് എഴുതിയ സങ്കീർത്തനം പറഞ്ഞാച്ചാ മരിച്ചു. സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമാണ്. ഒത്തിരി പറയാനുണ്ട് കേട്ടോ. അല്ല, അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പം മതിയല്ലോ. ഇവിടെ പിന്നെ പ്രശ്നമില്ലാത്തത് കൊണ്ട് നമുക്ക്. അല്ല, അങ്ങനെ ഏതെങ്കിലും ഒരുത്തൻ ഉണ്ടെങ്കിൽ നിന്നോടാ ഇന്ന് പറയാൻ. അവിടെ ഇവിടെയൊക്കെ പോയി കുരുക്ക് ഒപ്പിച്ചുകൊണ്ട് വരും ചിലതേ.
പുതിയ നിയമം ആരംഭിക്കുന്നത് തന്നെ ദാവീദിന്റെ പേര് പറഞ്ഞ മത്തായി 1:1 വായിച്ചു. അറിവുള്ള വാക്യം. അബ്രഹാമിന്റെ പുത്രനായ തുടക്കത്തിലെ ദാവീദിന്റെ പേരാ. വേറെ എത്രയോ പേരുടെ പേരുണ്ട് തുടക്കത്തിൽ. എങ്ങനെ ദാവീദിന്റെ പുത്രൻ. അല്ല, പുതിയ നിയമം അവസാനിക്കുമ്പോഴും ദാവീദിന്റെ പേര് പറഞ്ഞ 22:16 വായിര്. 22:16 ഏത് 22 യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ പേര് 22 തപ്പി ഊപ്പാട് വരുന്നു. വെളിപ്പാട് 22. ഓ, പുതിയ നിയമം അവസാനിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലല്ലയോ? താപ്പുകായിരുന്നു. അപ്പോൾ വെളിപ്പാട് പുസ്തകം 22:16 പറയുന്നത് ഞാൻ ദാവീദിന്റെ പേരും. മതി. അപ്പം പുതിയ നിയമം തുടങ്ങുന്നത് ദാവീദിന്റെ പേര് പറഞ്ഞ, അവസാനിക്കുമ്പോഴും മോശക്കാരനാന്ന് ഇത് വല്ലതും കൊടുക്കൂ? കൊടുക്കുക അല്ല. ഇനി അടുത്ത പറയാം, നമ്മുടെ കർത്താവ് രാജാതിരാജാവായിട്ട് ഭരിക്കും. ഒടുവിൽ അവിടെ ഇരിക്കുന്നത് ദാവീദിന്റെ സിംഹാസനത്തിൽ. ദാവീദിന്റെ വെളിപ്പാട് പുസ്തകം 5 പറയുന്നത് ദാവീദിന്റെ 5:5 വായിച്ചേ. 5:4 മുതൽ വായിച്ചേ. വെളിപ്പാട് 5:4. ഓടിച്ചു വായിര്. ദാവീദിന്റെ പേര് വലിയ പ്രാധാന്യമാ. ദാവീദിന്റെ തന്നെയല്ല കർത്താവ് ഈ വഴിയൊക്കെ പോകുമ്പം രോഗികളും ഭൂതഗ്രസ്തരും ഒക്കെ യോസേഫിന്റെ പുത്രാന്നല്ല വിളിച്ച. പിന്നെ ഉണ്ടോ? മറിയാമ്മയുടെ മോനെ അങ്ങനെയാണോ വിളിച്ചത്? പിന്നെന്താ വിളിച്ചത്? അങ്ങനെ വിളിച്ചേ. മറിയാമ്മയുടെ മോനെ എന്നെ ഒന്ന് സൗഖ്യമാക്കി വെച്ചു പോകും. അങ്ങനെയാണോ? ദാവീദ് പുത്രാന്നാ വിളിച്ചത്. എന്നെ മൂക്കത്ത് വരൽ വെക്കുന്നു. ഉള്ള കാര്യമായി പറയാൻ വലിയ പ്രാധാന്യമാണ്. ദൈവത്തിന് മഹത്വം. ആണ്ടെ, നമുക്ക് മടങ്ങി വരാം. ഇങ്ങനെ പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. അല്ല, ഇപ്പം ഇത് 2 കാര്യം പറഞ്ഞത് ഏതേലും വെടലകൾ ഇങ്ങനെ വന്നാൽ നിങ്ങൾ മറുപടി പറഞ്ഞോണം. അതിനും കൂടെ ഇത് തന്നേക്കുന്നത്. രോഗം കഴിയുമ്പോൾ ഈ വിവരദോഷികൾ ഇങ്ങനെ പലതുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും വിട്ട് ഏതെങ്കിലും മുക്കിനിട്ട് നിങ്ങളെ പിടി കൂടുകയാണെങ്കിൽ 2 ഗുണമാകാനെന്ന് 2 മതി. ഞാനിപ്പോൾ 4 തന്നു. എൻ്റെ കയ്യിൽ കുറേ ഇരിക്കട്ടെ. പിന്നെ എല്ലാം നിങ്ങൾക്ക് തന്നു വെച്ചിരുന്ന. അപ്പോൾ ശ്രദ്ധിക്കുക, സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമാണ്. നമുക്ക് മടങ്ങി വരാം. ഒത്തിരി പറയാനുണ്ട്, അതെല്ലാം വിടുക. 20-ാം സങ്കീർത്തനം 4-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. ഒന്നുകൂടെ വായിച്ചത്. ദൈവദാസനെ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മുടെ ഹൃദയത്തിലൊക്കെ ഒത്തിരി ആഗ്രഹമുണ്ട്. നല്ല ആഗ്രഹമുണ്ട്, നല്ലതല്ലാത്ത ആഗ്രഹവും ഉണ്ട്. ഹൃദയം അറിയുന്നവൻ ദൈവമാണ്. എന്തായാലും കൊള്ളാം, ഹൃദയത്തിലെ ആഗ്രഹത്തെ നൽകുന്നൊരു ദൈവമുണ്ട്. നിങ്ങളാണ്ട് 145-ാം സങ്കീർത്തനത്തിന്റെ 19 ഒന്ന് വായിച്ചത്. 145:19. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അങ്ങനെ തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കും. 138-ാം സങ്കീർത്തനം തന്നെ 4 തോന്നുന്നു. ഒന്ന് വായിച്ചേ. എന്റെ അകൃത്യങ്ങൾ 7-ാം വാക്യം. എന്റെ അരയിൽ വരൾച്ച നിറഞ്ഞു. കർത്താവേ, എന്റെ ആഗ്രഹമൊക്കെയും. അത് എത്രാം വാക്യം? 9. കർത്താവേ, എന്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുൻപിൽ ഇരിക്കുന്നു. അങ്ങനെ ആഗ്രഹം. അപ്പോൾ അങ്ങനെയൊക്കെ പഠിക്കുമ്പം ഹൃദയത്തിലെ ആഗ്രഹത്തെ നിറവേറ്റുന്നൊരു ദൈവമുണ്ട്.
എന്നാൽ ഈ വാക്യം ഞാൻ സാധാരണ പറയുമ്പോൾ പകത്ത് പറയാറുണ്ട്. വേദപുസ്തകം നിങ്ങൾ പഠിച്ചാൽ നല്ല ആഗ്രഹമാണെങ്കിലും നടക്കാതെ പോയതുണ്ട്, നല്ല ആഗ്രഹം നടന്നതുമുണ്ട്. ഇന്ന് നടക്കാത്ത ആഗ്രഹവും നടന്ന ആഗ്രഹവും, അതായത് നമ്മളൊന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഹൃദയത്തിലെ ആഗ്രഹം നടന്നതും നടക്കാത്തതും. നല്ല ആഗ്രഹമാണ്, പക്ഷെ ചിലത് നടന്ന് ചിലത്. അപ്പം ഈ നടന്നത് ഞാൻ പറഞ്ഞേച്ച് നടക്കാത്തതൂടെ പറഞ്ഞ് യോഗം നിർത്തിയാൽ അതൊരു എഫക്റ്റ് അല്ല. ആദ്യം അങ്ങ് നടന്നത് പറഞ്ഞ് നിങ്ങളെല്ലാം ബലപ്പെട്ടു, വൈകിട്ട് നടക്കാത്ത കാര്യം പറഞ്ഞ് നിങ്ങളെല്ലാം, അതൊരു സുഖമല്ല. എനിക്ക് ഓർഡറുണ്ട്. ചോറ് വിളമ്പുമ്പോഴേ പായസം കൊടുക്കുമോ? ഓ ഇല്ല, കൊടുക്കുകയല്ല. ഇതെല്ലാം ഇവർക്കുള്ളതാണ്, എന്നാലും അതിനൊരു ഓർഡറുണ്ട്. അപ്പം അതുകൊണ്ട് ഇന്ന് പകൽ ആദ്യം നടക്കാതെ പോയ ആഗ്രഹം, നല്ല ആഗ്രഹമാണ് പക്ഷെ നടന്നില്ല, അത് ചിന്തിച്ചേച്ച് നമുക്ക് വരാം. കർത്തദാസൻ എന്നോട് സമയം പറഞ്ഞിട്ടുണ്ട്, കൃത്യസമയത്ത് പകൽ നിർത്തും. അപ്പം ഞാൻ നിർത്തുമ്പോൾ ഓർത്തോണം അദ്ദേഹം പറഞ്ഞ കറക്റ്റ് ടൈം അതായിരുന്നു. എപ്പോഴാണ് ഞാനിപ്പോൾ പറയത്തില്ല, നിർത്തുമ്പോൾ. അപ്പോൾ ആഗ്രഹം നടക്കാതെ പോയ ഒരു വ്യക്തിയെ പറ്റി ഒന്ന് ചിന്തിക്കാം. എന്നിട്ട് ആഗ്രഹം നടന്നവരുമുണ്ട്. നിങ്ങളെ ഒരു വാക്യം, അറിവുള്ള വാക്യമാണ് വായിച്ചേ. സംഖ്യാപുസ്തകം 23 അധ്യായത്തിന്റെ 10 വാക്യം. എല്ലാവർക്കും പരിചിതം. യാക്കോബിന്റെ ധൂളിയെ ആർക്ക് എണ്ണാം? ഇസ്രായേലിന്റെ യാക്കോബിന്റെ ധൂളിയെ ആർക്ക് എണ്ണാം? ഇസ്രായേലിന്റെ കാലാംശത്തെ ആർക്ക് ഗണിക്കാം? അടുത്തത്, ഭക്തന്മാർ മരിക്കും പോലെ, ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ. മതി, നല്ല ആഗ്രഹമാണ്. ഏതാ? എന്തോ ആഗ്രഹം? ഭക്തന്മാര് മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ. നല്ല ആഗ്രഹം. ആഗ്രഹം നല്ലതാ, പക്ഷെ നടന്നില്ല. ഭക്തന്മാര് മരിക്കും പോലാണോ പുള്ളി മരിച്ചേ? പിന്നെ എങ്ങനെയാ മരിച്ചേ? ഉത്തോ ഒന്ന് ചൊവ്വനെ പറ. വാക്യം മുറിച്ച് വായിച്ചാൽ ആശയവും ഉപദേശവും തെറ്റും. അതുകൊണ്ട് വാക്യം കൃത്യമായിട്ട് വായിക്കണം. ഒന്നുകൂടെ വായിച്ചേ, 8-ാം വാക്യം. നിഗതന്മാരുടെ കൂട്ടത്തിൽ മിഥ്യാന്യ രാജാക്കന്മാരാകുന്ന അടുത്തത്, ബെയോരിന്റെ മകനാകുന്ന ബിലയാമേയും വാളുകൊണ്ട് വെട്ടിക്കൊന്നു. യോശുവയുടെ പുസ്തകം 13:22 വായിച്ചേ. ഇസ്രായേൽ മക്കൾ എടുത്തു വെച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇസ്രായേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ബെയോരിന്റെ മകനായ ബിലയാമെന്ന പ്രശ്നക്കാരനെയും വാൾ കൊണ്ട് കൊന്നു. വലിയ പ്രശ്നക്കാരനാ കേട്ടോ. സഭയ്ക്കകത്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. നിന്റെ ഗതി ഇതാ. വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നവന്മാരുണ്ട്. സഭയ്ക്കകത്ത് ഒരു പ്രശ്നമില്ലെങ്കിലും 2 കമ്മിറ്റിക്കാരെ പിടിച്ചിപ്പം പ്രശ്നം ഉണ്ടാക്കും. ഇവന്റെ ഗതി ഇതാ. സഭ നല്ല അന്തരീക്ഷത്തിൽ പോകുമ്പോൾ ഇവൻ എന്തെങ്കിലും കുരുക്ക്. എത്ര എണ്ണത്തിന് എനിക്കറിയാം. മോനെ, നീ അവിടെ എങ്ങാനും അടങ്ങി, നീ അവിടെ ഈ ഓടി നടക്കുന്നു, വെരുക നടക്കുമ്പോൾ അവിടെ ഇരിക്കടാ. നിങ്ങൾ പറഞ്ഞു വിട്ടതായിരിക്കും അവനെയല്ലേ. അവൻ എന്നിട്ട് വള്ളു കേക്ക്. അപ്പൊ ശ്രദ്ധിക്കുക, സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാക്കുന്ന ഒത്തിരി എണ്ണമുണ്ട്. ഇപ്പൊ പിന്നെ ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട് വലിയ കുഴപ്പം. എന്നാലും എന്തെങ്കിലും കരട്, പിന്നെ ആ മുഖമൊക്കെ കാണുമ്പോൾ അറിയാം. ചില വാക്യം ഞെട്ടല് പോലൊക്കെ ഇല്ലേ. ചില കാര്യം പറയുമ്പോൾ ചിലരെ നോക്കുകയല്ലേ, അതാ നമുക്കറിയാം, അത് കൊള്ളുന്നതാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ബിലയാമിന്റെ ആഗ്രഹം ഭക്തന്മാര് മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ. നല്ല ആഗ്രഹമാണ്, പക്ഷെ ആ ആഗ്രഹം നടന്നില്ല.
സാധാരണ ഉപദേശിമാർ പറയുന്നതെല്ലാം കൂടെ ഞാൻ ഒന്നുകൂടെ കടമെടുത്ത് ആവർത്തിക്കുക. ഭക്തന്മാർ മരിക്കുന്നത് പോലെ മരിക്കണമെങ്കിൽ ഭക്തന്മാർ ജീവിക്കും പോലെ ജീവിക്കുന്ന നാളിലെല്ലാം കൊന്തറാക്കൊള്ളി ഒപ്പിച്ചേച്ച് ചാകാറാകുമ്പോൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഒരു നല്ല അന്ത്യം കിട്ടുകയില്ല, പ്രതീക്ഷിക്കുകയും വേണ്ട. ജീവിക്കുന്ന സമയത്ത് കുറേയൊക്കെ ഏറെക്കുറെ ഒരു മര്യാദയ്ക്കൊക്കെ ഈ ആരോഗ്യവും ഓജസ്സും ഉള്ളപ്പോൾ ആൾക്കാർ ധരിക്കുന്നത് ഇങ്ങനെ തന്നെ അന്ത്യം വരെ പോകുമെന്ന. ഇല്ലില്ല, ദൈവത്തിന് മഹത്വം. നല്ല അന്ത്യം കിട്ടണമെങ്കിൽ കുറേയൊക്കെ എല്ലാവരും പൂർണ്ണരല്ലെങ്കിലും മറ്റുള്ളവർക്ക് ദോഷം വരാതെ, കുടുംബത്തിന് ദോഷം വരാതെ, സമൂഹത്തിന് ദോഷം വരാതെ, സഭയ്ക്ക് ദോഷം വരാതെ, ആർക്കും മറ്റ് പ്രശ്നമൊന്നും വലിയ കൃപാവരമൊന്നും ജ്വലിപ്പിച്ചില്ലേലും ആർക്കും ദോഷമൊന്നും വരുന്നു. ഭയങ്കര വരവും കൃപയുള്ള പല എണ്ണവും പലതിന് ദോഷമാണ്. അത് വേണ്ട. ഭയങ്കര കൃപാവരമാണ് പുള്ളിക്ക്. ആർക്കാ? ബിലിയാമിന്. പക്ഷെ പുള്ളി പ്രശ്നക്കാരനുമാ. എല്ലായിടത്തും അല്ല, ചില സഭയിലൊക്കെ കണ്ടമാനം മറുഭാഷ പറയുന്നവരെ ശ്രദ്ധിച്ചോണം. എല്ലായിടത്തും അല്ല, കണ്ടമാനം ഇടയ്ക്കിടയ്ക്കും ഭയങ്കര ഗ്ലോറി, പ്രൈസ് ദി ലോർഡ് ജീസസ് ഒക്കെ നോട്ട് ചെയ്തോണം. അവരെല്ലാം അടിയിൽ കൂടെ വലിയ ബ്രഹ്മാണ്ടം വെക്കുന്നത്. നമ്മളോർക്കും മിണ്ടാതിരിക്കുന്നവനാ പ്രശ്നക്കാരൻ. ഇതെല്ലാം കണ്ട് ചന്തം വിട്ടിരിക്കുക. ദൈവമേ, ഇവനിതെല്ലാം പറഞ്ഞു വെച്ച് ഇവൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും വേറെ. ഇപ്പം ഇവനിവിടെ ഇരുന്ന് അവരിതെല്ലാം കണ്ട് സ്തംഭിച്ചിരിക്കുക. ഉടനെ നമ്മൾ പറയുന്ന അവൻ ആത്മീയനല്ലെന്ന്, ഇവനാണ്. എവിടെ എത്ര പേരായിരുന്നു ഞരങ്ങുന്നെന്നറിയാവോ? അമ്മായിയമ്മ ഇറക്കി വിട്ടേച്ച് അവൾ ആത്മാവിലാകുന്നത്. അമ്മായിയമ്മ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേച്ച് പറഞ്ഞു ഈ വീട്ടിൽ കയറിപ്പോകരുത് എന്ന് വെച്ച് സഭയെ വന്ന്. അപ്പൊ ഈ പുതുതായിട്ട് വരുന്ന ഉപദേശിമാർക്ക് നല്ല കൃപയുള്ള അമ്മാമ്മ. പിന്നെ അമ്മാമ്മയുടെ കൃപ എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. അറിയാമല്ലോ ഞാൻ. കൃപ നല്ല കൃപയാ. നമ്മളെ നല്ലതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അപ്പൊ ഈ ബിലിയാം പ്രശ്നക്കാരനാ. ഈ ബിലിയാം ആരാ? വായിച്ചേ, ആവർത്തനം 23:3 പെട്ടെന്ന് വായിച്ചോ. ഒരു അമ്മോന്യനോ മോവാബിനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവന്റെ 10ാം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ അവർ അപ്പവും വെള്ളവും കൊണ്ട് വഴിയിൽ നിങ്ങൾ എതിരേൽക്കായി കൊണ്ട് നിന്നെ ശപിക്കേണ്ടതിന് രണ്ടുപേരും വായിച്ചോ, വേദവസ്തുവല്ലേ. നിന്നെ ശപിക്കേണ്ടതിന് മെസൊപ്പൊത്താമിയയിലെ പെദോരിൽ നിന്ന് ബെയോരിന്റെ മകനായ അപ്പൊ മെസൊപ്പൊത്താമിയയിലെ പെദോരിൽ നിന്ന് ബെയോരിന്റെ മകനാണ് ബിലെയാം. മെസൊപ്പൊത്താമിയ ഈ മെസൊപ്പൊത്താമിയയിൽ നിന്ന് വന്നവനാ. മെസൊപ്പൊത്താമിയയിൽ നിന്ന് വേറൊരു പുള്ളി വന്നായിരുന്നു. ആരാ? ആബ്രഹാം. വായിച്ചേ, അപ്പോസ്തലപ്രവൃത്തി 7:1. എല്ലാം അറിവുള്ള വാക്യമെങ്കിലും വായിച്ചോ. ഇത് ഉള്ളത് തന്നെ യോഹന്നാൻ മഹാപുരോഹിതൻ ചോദിച്ചത്. അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരും പുരുഷന്മാരെ കേട്ടുകൊള്ളുവിൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാന് വന്ന് പാർക്കുന്നതിന് മുൻപ് മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന്. അപ്പൊ മെസൊപ്പൊത്താമിയയിൽ വന്ന പ്രധാനപ്പെട്ട ഒരാളാണ് അബ്രഹാം. ഈ പുള്ളി മെസൊപ്പൊത്താമിയക്കാരൻ ആരാ? രണ്ടും സമാന്തരമായ രണ്ട് രേഖ പോലെ, ഒരു യോജിപ്പുമില്ല. അതിനാ പറയാം, പിന്നെ പറയാം. സംസ്കാര സമ്പന്നമായ സ്ഥലത്ത് നിന്നാ വന്നത്. എന്നാൽ ബിലിയാമിനെ പറ്റി പഠിക്കുമ്പോൾ ഇദ്ദേഹം ഒത്തിരി അപാകതയുണ്ട്. ആഗ്രഹം നല്ലതാ, ഭക്തന്മാര് മരിക്കുന്നത് പോലെ മരിക്കട്ടെ. പക്ഷെ അങ്ങനെ മരിച്ചില്ല, വിട്ടുകൊണ്ട്. ഇനിയും വേദപുസ്തകം പഠിച്ച ഭക്തന്മാർ മരിച്ചതിനെ പറ്റി പുസ്തകത്തിൽ ഒത്തിരി വാക്യമുണ്ട്, ഇല്ലേ? ഒത്തിരി വാക്യമുണ്ട്. നല്ല മരണമാണ് ഭക്തന്മാർക്ക്. അറിയാമല്ലോ, യാക്കോബ് മരിക്കുന്നതിന് മുമ്പ് പിള്ളേരെ എല്ലാം വിളിച്ചു കൂട്ടി. ഭാവികാലം സംബന്ധിച്ച് നല്ല നല്ല മരണമാണ്. എന്ന് പറഞ്ഞാൽ ചാകുന്നതിന് മുന്നേ പിള്ളേരെ എല്ലാം ഒന്ന് അനുഗ്രഹിക്കുന്ന. ആദ്യം കണ്ടു പിള്ളേരെയല്ല. എത്ര എണ്ണം കൊച്ചുങ്ങളെ പോലും കാണാതെ ചാകുക.
കാശിഷ്ടം പോലുണ്ട്, പക്ഷെ കൊച്ചുങ്ങളെ ഒരെണ്ണം. ഇനിയിപ്പോൾ പിന്നെ കൊച്ചുങ്ങൾ അമേരിക്കയിലും കാനഡയിൽ ഇങ്ങനെ മോളോ അപ്പച്ച കണ്ടോ ഉടനെ വേലക്കാരിയോ ആയോ തേണ്ട അപ്പച്ച മൂത്ത മോള് ലില്ലിക്കുട്ടി വെളിവില്ലാതെ കിടക്കുക. ഇത് വേണ്ട സാലിക്കുട്ടി, ഇത് മൂത്ത മോൻ സാമ്. മനസ്സിലാകുന്നുണ്ടോ വല്ലോ? എല്ലാവരും കാശുണ്ടാക്കുക, ഇഷ്ടം പോലെ കാശുണ്ടാക്കുക. മാതാപിതാക്കൾക്ക് കാശല്ല വിഷയം. എൻ്റെ ഭാഷയെ പറയുക ന്യായമായ ഒരു ചിന്തയാ. മരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ അടുത്തുള്ളത് ഒരു അനുഗ്രഹമാണ്. പത്തനാകുന്ന യാക്കോബ് മരിക്കാൻ നേരത്ത് പിള്ളേരെ എല്ലാം വിളിച്ചു കൂട്ടി വായിച്ച 49:1. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ചവരോട് കൂടി വരുവീൻ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം. യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് നിങ്ങളുടെ അപ്പനാകുന്ന ഇസ്രായേലിനെ മൊഴിക്ക് ചെവി തരുവീൻ. രൂപേനെ നീ എൻ്റെ ആദ്യ എന്നെ ത്രേഷ്ഠത വൈശിട്ടോ ബലത്തിന്റെ വൈശിട്ടോ. എന്നിട്ട് പറയാ വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ. എന്നിട്ട് 5-ാം വാക്യം, ശിമിയോനും ലേവിക്ക് സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ എന്നുള്ളമേരുടെ മന്ത്രണത്തിൽ കൂടുതൽ എൻ മനമേരുടെ യോഗത്തിന്. 8-ാം വാക്യം, യഹൂദയെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്ത് അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയ്ക്ക് നിന്റെ ആയുധന്റെ കാലുകളുടെ കിടകിൽ നിന്നും. ഇനി 13 സമുദ്രതീരത്ത് വസിക്കും. സെബുലൂൻ 14 ഇസഖാർ അസ്ഥിബലമുള്ള കഴുത. പിന്നെ 17 ദാൻ ഏതൊരു ഇസ്രായേൽ ഗോത്രം പോലെ സ്വജനത്തിന് ന്യായപാലനം ചെയ്യും. പിന്നെ 19 ഗാദോ കവർച്ചപ്പടഞ്ഞിരിക്കും. ആശേരോ ആകാരം പുഷ്ടിയുള്ള രാജകീയ സാധുഭോജനം കൊണ്ട്. 21 നഫ്താലി സ്വതന്ത്രമായിട്ട് നടക്കുന്ന 22 യോസേഫ് ഫലപ്രദമായ മുന്തിരിവള്ളി. 27 ബെന്യാമീൻ. അപ്പോൾ യോസേഫ് ഫലപ്രദമായ വൃക്ഷം. ബെന്യാമീൻ കടിച്ചു കീറുന്ന. അവ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ മരിക്കാറായപ്പോൾ യാക്കോബ് തന്റെ പിള്ളേരെയെല്ലാം വിളിച്ചു കൂട്ടി. പിള്ളേരെല്ലാം വരികയും ചെയ്തു കേട്ടോ. ഇന്ന് ഒന്നാമത്തെ കാര്യം വിളിക്കാനുള്ള ബോധമില്ലല്ലോ. എങ്ങനെ വിളിക്കാനൊക്കുന്നില്ല. ഇനി അഥവാ വിളിച്ചാ വരുവോ? വിളിച്ച ഉടനെ പറയാം, പക്ഷേ ഞങ്ങൾ ടിക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുക, കുറച്ചുകൂടെ താഴട്ടെ നോർത്ത് റേറ്റ്. ഈ കിടക്കുന്ന തന്ത ഉണ്ടാക്കിയതിൻ്റെ 2 സെന്റ് വിറ്റാൽ മതി, ഇവൻ 5 ടിക്കറ്റ് എടുക്കാം. എന്നാൽ ഇവന്മാർ ഇത്തിരി മൂക്കരുത്, ഞാനിത് പറഞ്ഞിട്ട് കേട്ടോ. എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കണേ. മൂക്കാൻ ഞാൻ ലാസ്റ്റ് സമയം തരാം. കണ്ടവാനം കയറി മൂക്കരുത്. അപ്പൊ ശ്രദ്ധിക്കുക, യാക്കോബ് മരിക്കുന്ന സമയത്ത് പിള്ളേരെയെല്ലാം വിളിച്ചു, പിള്ളേരെല്ലാം വന്നു. ബിലയാം പറയുക, ഭക്തന്മാർ മരിക്കുന്നത് പോലെ യാക്കോബ് ഭക്തനായിരുന്നു. നല്ല മരണമാ. പിള്ളേരെയെല്ലാം വിളിച്ചു കൂട്ടി, പിള്ളേരെയെല്ലാം കണ്ടു. ഓരോരുത്തരോട് പറയേണ്ടതെല്ലാം എല്ലാവരോടും പറഞ്ഞു. തെറ്റിയില്ല കേട്ടോ. നമ്മൾ ഏട്ടനോട് പറയേണ്ടത് അനിയനോട് പറയും, അനിയനോട് പറയേണ്ടത് അവസാനം ഇയാൾ ജാകും. പിള്ളേർ അടിയുടെ പെരുന്നാളും. എനിക്കല്ലോടെ ആ ചായം വിരിപ്പും കണ്ടവും തന്നത്. എന്നാ മറ്റേ ആര് പറഞ്ഞു? മേലാതായം എനിക്കാറാന്നത്, കീഴാതായം. ഈ പറഞ്ഞ അതിനകത്ത് വല്യപ്പനും വെളിവില്ല, അളിയാകുകയും ചെയ്ത്. പക്ഷെ യാക്കോബ് അങ്ങനല്ല. പറയേണ്ടവനോടെല്ലാം അണുവട തെറ്റിയില്ല. അത്ര കൃത്യമാ. അതെല്ലാം ഭാവികൾ നിറവേറി. ഇതെല്ലാം പറഞ്ഞേച്ച അതിനിടയ്ക്ക് കൊച്ചുമക്കളെ ഒന്ന് അനുഗ്രഹിച്ചു. കൊച്ചുമക്കളെ മനേഷേനെയും എബ്രഹീമിനെ കൈ ഇങ്ങനെ വണച്ചു വെച്ചു. അതുങ്ങളെ അനുഗ്രഹിച്ചു പറയാ, രൂപേനും ശിമയോനും വന്നതുപോലെ പിള്ളേർ എനിക്കുള്ളവരാണ്. എന്നിട്ട് യാകുന്നതിന് മുന്നേ പിള്ളേരെ അനുഗ്രഹിച്ചു എബ്രഹീമിനെ മനശ്ശിക്ക് മുമ്പനാക്കിയെന്ന 20-ാം വാക്യം വായിച്ചേ. 48:20. അങ്ങനെ അവൻ അന്ന് അവരെ അനുഗ്രഹിച്ചു. ദൈവം നിന്നെ എഫ്രൈമിനെയും മനശ്ശെയും പോലെ ആക്കട്ടെ എന്ന് ഇസ്രായേലിന്റെ പേർ ചൊല്ലി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. എഫ്രൈമിനെ മനശ്ശെക്ക് മുമ്പനാക്കി. മരിക്കുന്നതിന് മുന്നേ ചെയ്ത കാര്യങ്ങള്. എന്നിട്ട് മാത്രമല്ല, അയ്യോ അടുത്ത പറയാം, അല്ലെന്ന് വേറെ എന്റെ തോക്കിക്കറി വെടി വെക്കണം. ഞാൻ പറയട്ടെ, എനിക്കൂടെ വിടവുതാണ്. അപ്പം മരിക്കുന്നതിന് മുന്നേ കൈ പണച്ചു വെച്ച് പിള്ളേരെ അനുഗ്രഹിച്ചു. മക്കളോടെല്ലാം ഭാവികാലം സംബന്ധിച്ച് ദൂത്. ഭക്തൻ മരിക്കുന്ന ഇങ്ങനെ ദൂത് പറഞ്ഞു. വേറൊരു മർമ്മം,
എന്നിട്ട് ഒരു വടി ഉണ്ടായിരുന്നു, വടി. ആ വടി എഴുതിയിരിക്കുന്നത് പിള്ളേരെ എല്ലാം കൂടെ, ആരാ അത് പറഞ്ഞേ? ദൈവം പേരെന്നു നല്ല പേരാ, പേര് കളയരുത് കേട്ടോ. നല്ല പേര്, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം കൊച്ചുമക്കളെ കൈ പണച്ച് വെച്ച് അനുഗ്രഹിച്ചു, സ്വന്തം മക്കളെ പേര് ചൊല്ലി അനുഗ്രഹിച്ചു. എന്നിട്ട് ഒരു വാക്യം എങ്ങനെ എഴുതിക്കുന്നത് ആണ്ടാ, എബ്രായ ലേഖനം അവിടെ ഒന്നും തപ്പിയാൽ കാണുകയല്ല. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 21 വായിച്ചേ ദൈവദാസി. 11:21. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ യോസേഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. മരിക്കാറായപ്പോ വടിയുടെ അറ്റത്ത് ചാരി, മലയാളത്തിൽ ചാരിക്കൊണ്ട് നമസ്കരിച്ചു, വർഷിപ്പ് ചെയ്തെന്ന ആ ബൈബിളിൽ അങ്ങനെ. അതിൽ ഇച്ചിരി വ്യത്യാസം ഉണ്ടല്ലോ, മുമ്പേ വായിച്ചപ്പോൾ മനസ്സിലായി. എന്നാ കണ്ണു കടയൊന്നും പിടിക്കുന്നില്ല, വായിക്കും. ആരാധിച്ചെന്നൊരു വാക്യമുണ്ട്. എവിടെ എവിടെ എവിടാ എവിടാ പഠിച്ചു? എവിടാ പഠിച്ചു? നല്ല പഠിത്തവാ, കുഴപ്പമൊന്നുമില്ല. സ്തോത്രം. വടിയുടെ അറ്റത്ത് ചാരി ദൈവത്തെ ആരാധിച്ചു. ഇങ്ങനെ ഭക്തന്മാര് മരിക്കുന്നത്. എന്റെ പ്രിയരെ, ഒരു കാര്യം പറയാം. ഇവിടെ വലിയ പേര്, സ്ഥാനവും മാനവും ഒന്നും കിട്ടിയില്ലെങ്കിലും, വലിയ കുബേരനായിട്ട് ജീവിച്ചില്ലെങ്കിലും, കർത്താവിന്റെ വരവിന് മുമ്പ് നമ്മൾ ചേർക്കപ്പെടുകയാണെങ്കിൽ നല്ല ഒരന്ത്യം, നല്ല അന്ത്യം. അത് എൻ്റെ ഭാഷയിൽ അങ്ങ് പറയുക, മരിക്കാറാകുന്നെന്നൊക്കെ ബോധ്യം വരുമ്പോൾ അറിയാമല്ലോ ചില സാഹചര്യ തെളിവുകളിൽ. അന്നേരം എൻ്റെ ഒരു അഭിപ്രായം പറയുക, ദൈവമക്കളെല്ലാം കൂടെ വീട്ടിലോട്ട് ചെന്ന് പാട്ട് പാടി ആത്മാവി നിറഞ്ഞ് അന്തരീക്ഷത്തിൽ വേണം അങ്ങോട്ട് ചേരാൻ. ഇതെന്തേലും ഇച്ചിരി വേണം ഉടനെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി അകത്തോട്ട് കയറ്റി, അല്ലെ വേറെ ഒത്തിരി ഉണ്ടല്ലോ, ഒത്തിരി ഹോസ്പിറ്റൽ അങ്ങോട്ട് കയറ്റി അവർ ഇങ്ങനെ ICU തുറന്നിട്ടുകൊണ്ടിരിക്കുക. ആര് ചെന്നാലും ഒരുത്തോട് പറഞ്ഞു, നീ അവൻ പറഞ്ഞു ഞാൻ ഡ്രൈവറാ, പുള്ളിയെ കൊണ്ടുവന്നതാണ്. ആര് ചെന്നാലും അവരോടനെ അങ്ങോട്ട്, അവൻ പേടിച്ചോടും, ഞാൻ ഡ്രൈവറാ, ഞാൻ കയറുകയല്ലെന്ന് പറഞ്ഞു. ഡ്രൈവറെ പോലും വിടുകയല്ല. അവർക്ക് ആവശ്യമുണ്ടെന്ന ആൾക്കാരെ ഇത്ര ലക്ഷം മുടക്കി വേണം തരുമ്പോ പിന്നെ അപ്പൊ ഇത് അങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാണിക്കുകയല്ല, എല്ലാം ബിസിനസ്സാണ്. നമ്മൾ എങ്ങനെയുണ്ട് അവിടെ പോയി പറയാം, എങ്ങനെയുണ്ട് ഇന്നലെ ഇടത്തെ കണ്ണിന്റെ പിരിയ ഇച്ചിരി വെട്ടിച്ചു, അല്ലെങ്കിൽ എത്തിട്ട് 5 ദിവസം കഴിഞ്ഞു. നമുക്കിപ്പം 4 മണി കഴിയും, 4-നും 5-നും ഇടയ്ക്ക് 1 മണിക്കൂറേ എല്ലാവർക്കും. അത് നമുക്ക് 1 മണിക്കൂർ കാണാനൊക്കത്തില്ല. എത്ര എണ്ണം അവിടെ നിൽക്കുക, എത്ര എണ്ണം ഇല്ല പച്ച പുതപ്പ് പുതപ്പിച്ച് ഇങ്ങനെ നേരത്തെ ഇട്ടിരിക്കുക. നമ്മളെന്നാ വിടവി കൂടെ ഇങ്ങനെ നോക്കിയാൽ വല്ലതും പിരിയവനങ്ങനെ കാണാവോ? അയാൾ പോയിട്ട് 5 ദിവസം കഴിഞ്ഞു. അവർക്ക് ബിൽഡിങ് പണിയുക, ഈ മൂപ്പിലെ വെച്ച് വേണം കുറച്ച് കാശ്. കാരണം ചെന്നപ്പോഴേ അവർ ചോദിച്ചു വലിയ കാര്യത്തോടെ, അപ്പച്ചന് ആരൊക്കെ ഉണ്ടോ? നമ്മൾ ക്രെഡിറ്റ്, നമുക്ക് ഈ ഇളക്കമാണ്. അപ്പച്ചന് 5 മക്കളുണ്ട്. ഇവിടെ മൂത്തവൻ കാനഡയിൽ, നമ്മളവർക്ക് മരുന്നെടുത്ത് കാണുന്നു, കാനഡ. രണ്ടാമത്തെ കാലിഫോർണിയയിൽ. മോളുണ്ടോ? ഉണ്ട്, അവള് ടെക്സാസിൽ. നടുവത്തവൻ അയർലൻഡിൽ. ഇളയാളിവിടെ, ഇളയാളിപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട് ന്യൂസിലൻഡിൽ. അപ്പോൾ അവർ ഇതെല്ലാം കൂടെ എഴുതി അങ്ങോട്ട് കൊടുത്തിട്ട് അവർ ഡോക്ടേഴ്സും ചുമതലപ്പെടുന്നത്, നമുക്ക് ആ ബിൽഡിങ് പണിയുന്നത് ഈ വല്യപ്പനെ വെച്ച് വേണം. അയ്യോ, ഇതെല്ലാം ബിസിനസ്സാണ്. ഉടനെ പറയുമ്പോൾ എൻ്റെ മക്കൾ ആരെങ്കിലും സ്ഥലത്തുണ്ട്? ഇല്ല ഡോക്ടറെ. ഇതാരാ? അത് കാർ ഓടിക്കുന്ന ആളാണ്. ഇതാരാ? ഇതൊരു അച്ഛൻ്റെ വകയപ്പെട്ട ഒരു ആണ്ട്. ഉടനെ ഡോക്ടർ പറയും,
പിള്ളേരെ ഒന്ന് കിട്ടും. ഉടനെ നമ്മൾ അങ്ങോട്ട് അയച്ചു. ഉടനെ പിള്ളേർ ചോദിച്ചു. ഉടനെ പിള്ളേരെ വിടുന്നുണ്ട്. ഡോക്ടറെ എന്ത് വേണേലും ഞങ്ങൾ മതി, അത് കേട്ടാൽ മതി. അവർക്കത് മാത്രം കേട്ടാൽ മതി. നല്ല ചെയ്താ പിന്നെ ചെയ്യുന്നേ. വെറുതെ ഒന്നും പറഞ്ഞതല്ല, ഞാൻ എൻ്റെ ശൈലി പറയുന്നതേ ഉള്ളൂ. നിങ്ങൾ അറിവുള്ളവരോട് ചോദിച്ചു. ബിസിനസ്സാ ഇത് മുഴുവൻ. അല്ല, ബിസിനസ്. അതുകൊണ്ട് ദൈവമക്കളോടൊരു കാര്യം പറയാം. സുഖമില്ലാതെ കൂടി അങ്ങേയറ്റം പോയാൽ ഞാൻ ഡോക്ടറോട് ചോദിക്കണം, ഡോക്ടറെ രക്ഷപ്പെടുമോ? അവർ പറയാ ഞങ്ങൾ രക്ഷപ്പെടുത്താം, ട്രീറ്റ്മെൻറ്റ് ചെയ്തോണം, ഞങ്ങൾക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ചെല്ലങ്ങനെ പെടുത്തി ഞങ്ങൾക്ക് നിങ്ങൾ ദൈവത്തോട് അങ്ങനെ ആകുമ്പോൾ എഴുതി വെച്ചേച്ച. എൻ്റെ അഭിപ്രായം ഇത് രോഗി നേരത്തെ എഴുതി വെക്കണം, വീട്ടുകാരല്ല. അങ്ങനെ ഒരു സംഭവം ആണെങ്കിൽ ആർക്കും വരാതിരിക്കട്ടെ. അഥവാ വീട്ടിൽ കൊണ്ടുവരണം. ദൈവമക്കൾ സഭയായിട്ട് അങ്ങോട്ട് കൂടണം, ആരാധനയും പ്രാർത്ഥനയും ഉയരണം. ദൈവമക്കൾ ഒന്നിച്ച് സ്തോത്രം ചെയ്യണം. എന്റെ വിശ്വാസവും അഭിപ്രായവും പറയാ, ഇഷ്ടമുണ്ട് യോജിച്ചാൽ മതി. ഈ വ്യക്തി ജീവിച്ചിരിക്കുന്നെങ്കിൽ ദൈവം എഴുന്നേൽപ്പിക്കും. അതല്ല, അവിടുത്തെ സന്നിധിയിൽ ചേർക്കപ്പെടാൻ സമയമായെങ്കിൽ ആ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും അന്തരീക്ഷത്തിൽ വേണം തിരുസന്നിധി ചേർക്കാൻ. ഹല്ലേലൂയ. നല്ല ആന്തിയം, നല്ല ആന്തിയം, നല്ല ആന്തിയം. ഒരു ചെറിയ ഭക്തന്മാരുടെ മരണമേ, ഭക്തൻ മരിക്കുന്നത് ഇങ്ങനെ. മരിക്കുന്നതിന് മുന്നേ മക്കളെ എല്ലാം ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. ഇടയ്ക്ക് കയറി കൊച്ചുമക്കളെ കൈ പണച്ചു വെച്ച് അനുഗ്രഹിച്ചു. ഒടുവിൽ വടിയുടെ അറ്റത്ത് ചാരി ദൈവത്തെ ആരാധിച്ചു. എന്നാ മരണമാ. എന്നിട്ടോ 49:33 വായിച്ചേ. യാക്കോബ് തന്റെ പുത്രന്മാരുടെ ആജ്ഞാപിച്ച് തീർന്ന ശേഷം അവൻ കാൽ കട്ടിൽമേൽ എടുത്തു വെച്ചിട്ട്, വല്ലവരും എടുത്തു വെച്ചതല്ല, കാല് തന്നെ കട്ടില് എടുത്തു വെച്ചിട്ട് പിന്നെ പ്രാണനെ വിട്ട് തന്റെ ജനത്തോട് ചേർന്നു. എന്നാ മരണമാ. ഇങ്ങനെ ഭക്തന്മാര് മരിക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞേച്ച് നിർത്താം. അതായത് ദൈവദാസൻ പറഞ്ഞ സമയമാകും. ഭാഗമായിട്ട് എത്രയാ കൂട്ടിയേക്കുന്നത്? ഞാൻ വരുന്ന പ്രതീക്ഷിച്ച് കൂട്ടിയതാണോ? നേരത്തെ കൂട്ടി വെച്ചതാ. ഇന്ന് ഒരു കാര്യം കൂടെ പറയാം. വൈകിട്ട് ഇച്ചിരി ഏറെ സമയം തരാമോ? സമയം തന്നെ. നിങ്ങൾ വരുമോ? അതറിയാം. എനിക്ക് സമയം എന്ന് വെച്ചാൽ നിങ്ങളാരും വന്നില്ലേ പിന്നെ ഞാൻ ഈ സമയമായിട്ട് ഇവിടെ ചുമ്മാ ഇരിക്കാനോ? ഇച്ചിരി ഏറെ ഒരു 3 മണിക്കൂർ കിട്ടിയാൽ നല്ലതായിരുന്നെന്നാ എൻ്റെ ഒരു അഭിപ്രായം. രീതിയൊക്കെ ഇതാ കേട്ടോ. അപ്പം വചനത്തിന് ശക്തിയുണ്ട്, വചനത്തിന് ശക്തിയുണ്ട്. ചില ചിന്തിക്കാതെ എൻ്റെ അന്ത്യം അങ്ങനെ ആകും, എനിക്ക് ആരുമില്ല. ഇല്ലല്ല, നിനക്ക് ആളുണ്ട്, നീ കുഴയത്തില്ല. ഈ വചനപ്രകാരം ഒന്ന് നിന്നേ. സ്തോത്രം. ആരുമില്ലാതിരിക്കത്തില്ല. ദൈവം നിനക്ക് ഈ കർത്താവ് അന്ത്യസമയത്ത് ഗതസമനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പം അവിടുത്തെ വിയർപ്പ് രക്തത്തുള്ളിയായി നിലത്ത്. എന്നിട്ട് കർത്താവ് പറയാ, പിതാവ് വരുവാനുള്ള പങ്കപ്പാടെല്ലാം ഓർത്തിട്ട് പറഞ്ഞു, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന്. എന്നിട്ട് ഉടനെ ചേർത്ത് പറഞ്ഞു, എങ്കിൽ എൻ്റെ ഇഷ്ടം അവിടുത്തെ. നിങ്ങൾ അടുത്ത വാക്യം കണ്ടോ? എന്താ അതാ അടുത്ത വാക്യത്തിൽ അവനെ ശക്തിപ്പെടുത്തേണ്ടത്. ലൂക്കോസ് 20 ഏതാ എടുത്ത? മത്തായി അല്ലേ? ലൂക്കോസ് എടുക്കും. 23-ന്റെ 22 44 22 ആണോ ഗതസമനെ വെച്ച് പ്രാർത്ഥിച്ചത്? എത്രയാ മോനെ? എത്രയാ ഭാഷ? 20 23 44 ഭാഷ ഒന്ന് വായിച്ചു. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ രക്തത്തുള്ളി പോലെ. അടുത്ത വാക്യം. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റു ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ട്. അല്ലല്ല, അതല്ല. എത്രയാ? 22-ന്റെ വായിച്ചേ. ദൈവദാസി ഒന്ന് വായിച്ചേ. അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ്. അല്ലല്ല,
അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ദൂതൻ അവന് പ്രത്യക്ഷനായി. മതി, ആരുമില്ലെന്നൊന്നും ചിന്തിക്കരുത്. ഇനി അഥവാ മക്കളോ മരുമക്കളോ വേണ്ടപ്പെട്ടവരോ കണ്ടില്ലെങ്കിൽ വിശ്വസിക്കണം, നിന്നെ ശക്തിപ്പെടുത്താൻ ദൈവം ദൂതനെ ഇറക്കും. ആരുമെനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ, ആരുമെനിക്കില്ലെന്നോ ഞാൻ തീർന്നുവെന്നോ, മനസ്സത്തിലാതി പൂണ്ട് ഏതിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലൻ. പാട്ട് പല വഴിക്കാന്നതിലും അറിയാവല്ലോ, അത് മതി. ദൈവഹിതപ്രകാരം നിന്നപ്പോൾ ഈ ഭൂമിയിൽ ആരുമില്ലെങ്കിലും സ്വർഗത്തിൽ നിന്ന് ദൈവം ദൂതനെ ഇറക്കും. അപ്പം യാക്കോബിന്റെ മരണം നല്ല മരണമാണ്. ഇങ്ങനെ ഭക്തന്മാര് മരിക്കുന്നതിന് മുന്നേ മക്കളെ എല്ലാം പേര് ചൊല്ലി, എല്ലാവരെയും കണ്ടു, പേര് ചൊല്ലി അനുഗ്രഹിച്ചു. അതിനിടയ്ക്ക് കൊച്ചുമക്കളെ കയറി അനുഗ്രഹിച്ചു, ഗോത്രത്തിലോട്ട് പേർവടി ചേർത്ത് കയറ്റി. അതിനുശേഷമായിട്ട് വടിയുടെ അറ്റത്ത് ചാരി ദൈവത്തെ മരിക്കുന്നതിന് മുന്നേ ആരാധിച്ചു. എന്നിട്ട് പിള്ളേരോട് പറയേണ്ടതല്ല പറഞ്ഞു. എന്നിട്ട് കാലെടുത്ത് തന്നെത്താൻ കാട്ടിൽ എന്നിട്ട് പ്രാണനെ വിട്ടു. ഇങ്ങനെ ഭക്തന്മാര് മരിക്കുന്നത്. ഒരു കാര്യം കൊണ്ടൊന്ന് സൂചിപ്പിച്ചങ്ങ് പോകാം, ഒത്തിരി കൊണ്ട് പറയാൻ. ദൈവത്തിന് മഹത്വം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 1:1 വായിച്ചേ. മൊത്തം വായിക്കരുത്. ദാവീദ് രാജാവ് വയസ്സ് ചെന്ന് വൃദ്ധനായപ്പോൾ മതി. അപ്പൊ വയസ്സ് ചെന്ന് മരിക്കാറായി കേട്ടോ. ഇങ്ങോട്ട് നോക്കിയേ. ദാവീദ് രാജാവ് വയസ്സായി മരിക്കാറാകുന്ന സമയം, മരിക്കാറായി, അത് വയസ്സ് ചെന്നു. ഇനി 2:1 വായിച്ചേ. മരണകാലം അടുത്തു വന്നു. അപ്പം 1-ാം അധ്യായത്തിൽ വയസ്സ് ചെന്നു, 2-ാം അധ്യായത്തിൽ വന്നപ്പോൾ മരണകാലം അടുത്തു വന്നു. ഇനി ശൗമേലിന്റെ 2-ാം പുസ്തകം 23:1 വായിച്ചേ. ദാവീദിന്റെ അന്ത്യവാക്യങ്ങളാണ്. അവൻ മരിക്കാറായപ്പോ അന്ത്യവാക്യം പറയാൻ തുടങ്ങി. വയസ്സ് ചെന്നു, മരണകാലം അടുത്ത് വന്നു. അന്ത്യവാക്യമൊക്കെ എന്നെ എഫക്റ്റ് അല്ല, ചുമ്മാ ബിച്ചുംപേയും പറയല്ല. ഓടി വായു എന്നെ ഞെക്കി കൊല്ലാൻ വരുന്നേ, ആരാടി കർട്ടന്റെ അവിടെ നിൽക്കുന്നത്, അങ്ങനൊന്നും അല്ല പറഞ്ഞു. അങ്ങനെയാണോ ദാവീദ് പറഞ്ഞു? വായിച്ചു എന്നാ പറഞ്ഞെന്ന്. ദാവീദിന്റെ അന്ത്യവാക്യങ്ങളാണ് ഇശ്ശായി പുത്രൻ ദാവീദ് ചൊല്ലുന്നു. അയ്യോ, അപ്പനെ ഒന്നും മറന്നിട്ടില്ല. നമ്മൾ ചോദിക്കും അപ്പച്ചന്റെ റോമായാന്ന് തോന്നുന്നു. അങ്ങനൊന്നും അല്ല, കൃത്യം ഇശ്ശായി പുത്രൻ. ഔന്നത്യം പ്രാപിച്ച പുരുഷൻ ചൊല്ലുന്നു. യാക്കോബിൻ ദൈവത്താൽ അഭിഷിക്തൻ, ഇസ്രായേൽ മധുരഗായകൻ തന്നെ. യഹോവയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു. മരിക്കാൻ നേരത്ത് ദൈവാത്മാവില്ല. നമ്മൾ മരിക്കാറായപ്പോ ആത്മാവും പോയി, ദൈവാത്മാവും പോയി, പിന്നെ മുഴുവൻ ഡാഷാ പറയാന്ന്. അപ്പച്ചാ ഉടനെ കണ്ണു പൊട്ടുന്ന 3 ഡാഷ്. എത്ര എണ്ണത്തിന് എനിക്കറിയാം. നമ്മൾ പറയാം അമ്മച്ചിക്ക് പഴയതുപോലെ ഇപ്പം ആവശ്യമില്ലാത്തല്ലേ അങ്ങ് പറയും. കാരണം പറയാതിരുന്നതിന്റെ കേടെല്ലാം കൂടെ തള്ള. ഇശ്ശായി പുത്രന്റെ അന്ത്യവാക്യങ്ങളാ. ഔന്നത്യം പ്രാപിച്ചവൻ, ഇസ്രായേലിന്റെ മധുരഗായകൻ. എന്തോ മരണമാ. വയസ്സ് ചെന്നു, മരണകാലം അടുത്തു, അന്ത്യവാക്യങ്ങൾ എല്ലാം എടുക്കുന്നില്ല. 20 രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2:7 വായിച്ചേ. 2:7 10 വായിച്ചു, എല്ലാം വായിക്കാൻ നേരമില്ല. പിന്നെ ദാവീദ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. മതി. നല്ല മരണമല്ലേ. വയസ്സ് ചെന്നു, മരണകാലം അടുത്തു,
അന്ത്യവാക്യം പറഞ്ഞു, അത് ആത്മാവി പറഞ്ഞു,